പ്രശാന്തേട്ട, പുതിയ വാർത്ത ഇസ്രായേൽ സിറിയയെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. സിറിയയിലെ തുറമുഖ നഗരങ്ങളിലേക്ക് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുന്നു. അതായത് ഇസ്രായേലിൻ്റെ പോർമുഖം സിറിയയിലേക്ക് മാറ്റുന്നു. ഒരേ സമയത്ത് തന്നെ ഹിസ്ബുള്ളയെ അറ്റാക്ക് ചെയ്യുന്നു, സിറിയയെ അറ്റാക്ക് ചെയ്യുന്നു. അത് അവിടുത്തെ സൈനിക ഡിപ്പോകളെ ലക്ഷ്യം വെച്ചാണ് അവർ ഈ ആക്രമണം നടത്തി എന്നുള്ളതാണ് IDF പറയുന്നത്. അതായത് ഈ സൈനിക ഡിപ്പോകൾ വഴിയാണ് സിറിയയിൽ നിന്ന് ഈ ഹിസ്ബുള്ളയ്ക്കൊക്കെയുള്ള ആയുധങ്ങൾ വരുന്നത്, ഭീകരാക്രമണത്തിലുള്ള ആയുധങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് അവരെ ലക്ഷ്യം വെക്കുന്നത് എന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. അപ്പം ആ വാർത്ത സിറിയയ്ക്ക് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, വിശാല ഇസ്രായേലാണ് ലക്ഷ്യം. അപ്പോൾ ആരെയും വിടാതെ അവരെ ശത്രുപക്ഷത്തിരിക്കുന്ന എല്ലാവരെയും അടിക്കുക എന്നുള്ള രീതിയിലേക്ക് ഇസ്രായേൽ മാറിയിരിക്കുന്നു. നമ്മൾ ഇറാൻ വന്നവരെ പരാജയപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ആഹ്ലാദിക്കുന്ന ആളുകളെ കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ പറയുന്നത്. പിന്നെ അത് വേറെ കാര്യമൊന്നുമില്ല. ഒരു സാമാന്യ ബുദ്ധിയോടുകൂടി ചിന്തിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുന്ന ഒരു യുദ്ധം എന്നുള്ളതേ ഉള്ളൂ. അവരടിക്കുന്നത് ഹമാസ് അടിച്ചു കഴിഞ്ഞാൽ ഹിസ്ബുള്ളയെ അടിച്ചു. ഹിസ്ബുള്ളയെ സഹായിക്കുന്നവരെ അല്ലെങ്കിൽ അവരുടെ സ്രോതസ്സുകളെ, ഹിസ്ബുള്ളയുടെ സ്രോതസ്സുകളെ അവസാനിപ്പിക്കുക. അത് ഒരു രാജ്യം മറഞ്ഞിരുന്നുകൊണ്ട് ഹിസ്ബുള്ള പോലെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്നു. അവർ ആരെ ആക്രമിക്കുന്നു? ഇസ്രായേലിനെ ആക്രമിക്കുന്നു. ഈ മറ്റവർക്ക് നേരിട്ട് ഒരു രാജ്യം എന്നുള്ള രീതിയിൽ ആക്രമിക്കാൻ സാധിക്കാത്തതുകൊണ്ടും അല്ലെങ്കിൽ നേരിട്ട് ആക്രമിച്ചാൽ ആ രാജ്യം തന്നെ ഇല്ലാതാകുമെന്നുള്ളത് കൊണ്ടുമാണ് അങ്ങനെ ആക്രമിക്കാത്തത്. ഇത് തന്നെയാണ് ഇറാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് പല കാര്യത്തിനകത്തും ഈ അറേബ്യൻ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം വിഷയങ്ങളുണ്ടെങ്കിൽ തന്നെ ഇസ്രായേലിനെ ആക്രമിക്കുന്ന കാര്യം വരുമ്പോൾ ഇവരെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുന്നു. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സിറിയയെ കയറി ആക്രമിക്കുന്നത്. സിറിയയിലെ വ്യോമ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അറിയാമല്ലോ, അവിടെ കൂടെ ആയുധങ്ങൾ വരുന്നത്. അപ്പോൾ അവിടെ കയറി മാത്രമല്ല, ഇവരുടെ ഒരു രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ പ്രവർത്തനവും ഇപ്പോൾ അമേരിക്കയുടെ സഹായത്തോടു കൂടിയുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ പ്രവർത്തനവും ഒക്കെ വെച്ചിട്ട് ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്നും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും എന്തൊക്കെ നടക്കുന്നതെന്നും വളരെ കൃത്യമായിട്ട് അവർക്ക് അറിയാൻ സാധിക്കും. അത് ഇപ്പം യുദ്ധം തുടങ്ങിയപ്പം മാത്രമല്ല ജോണെ അതറിയാൻ സാധിക്കുന്നത്, വളരെ കാലയെ കൂട്ടി ഇതെല്ലാം അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാരണമില്ലാതെ ഒരു കാര്യം നടത്താൻ പറ്റത്തില്ലല്ലോ. ഇപ്പം അതിനെല്ലാം കാരണമായി. കാരണം ഇപ്പം അവർ യുദ്ധം പ്രഖ്യാപിച്ചു. യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് കഴിഞ്ഞ ഒക്ടോബർ 7 നടന്ന സംഭവമാണ്. അത് ഹമാസിലൂടെ തുടങ്ങി. ഹമാസിനെ മാത്രം ആക്കി അല്ലെങ്കിൽ ഹമാസും പാലസ്തീനുമായിട്ടുള്ള ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ ബാക്കിയുള്ള ഈ ഗ്രൂപ്പുകളെല്ലാം ഇതിൻ്റെ പുറകിൽ നിന്ന് ആക്രമിക്കാൻ തുടങ്ങി. ആ ഗ്രൂപ്പുകളെ സഹായിക്കുന്നതിന് വേണ്ടി പല അറേബ്യൻ രാജ്യങ്ങളും വളരെ കൃത്യമായിട്ട് ആ പ്രോസി ഗ്രൂപ്പുകളെ സഹായിക്കുന്നുണ്ടെന്ന് ഇസ്രായേലിന് അറിയാമായിരുന്നു. അത് അറിയാമെങ്കിൽ തന്നെ ഒരു കാരണമില്ലാതെ ഒരു രാജ്യത്ത് ഒരു സ്റ്റേറ്റിനെ കയറി ആക്രമിക്കാൻ പറ്റത്തില്ല. അപ്പോൾ സ്റ്റേറ്റിനെ കയറി ആക്രമിക്കുന്ന രീതിയിലേക്ക് ലെബനനിലാണ് ഹിസ്ബുള്ള അവിടെ ലെബനൻ്റെ ഒരു ഭാഗം പിടിച്ചടക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നതിൻ്റെ ആ പ്രദേശത്ത് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഹിസ്ബുള്ളയെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ നമ്മുടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് ഒരു പട്ടാളക്കാരന് ഒരു സിവിലിനെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര നഷ്ടമാണ്. അവരത് നഷ്ടമായിട്ട് തന്നെ കണക്കാട്ടുന്നത്. ഇന്നലെ തന്നെ 7 പട്ടാളക്കാർ മരിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം എനിക്കൊന്ന് സിവിലിയൻസും 4-5 കാഷ്വാലിറ്റി ഉണ്ട്. അപ്പോൾ അതൊന്നും അവർക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. അപ്പം അവരുടെ 7 പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഹൂത്തിയുടെ 7ഉം 16ഉം പോലെ അല്ലല്ലോ, അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ 7ഉം 14ഉം പോലെ അല്ലല്ലോ, ഹമാസിൻ്റെ കൂട്ടും അല്ലല്ലോ. അവർക്ക് വാല്യുബിൾ പേഴ്സൺസ് ആണല്ലോ. അവിടുത്തെ രാജ്യത്തിലെ ഓരോ വ്യക്തിയെ അവരതുപോലെ കാണുന്നത്. കാരണം അവർ എണ്ണത്തിൽ കുറവാണ്. ഒരാൾ നഷ്ടപ്പെട്ടാൽ അതൊരു വലിയ നഷ്ടവുമാണ്. കാരണം പന്നി പ്രസവിക്കുമ്പോൾ കണ്ടവാനം കുഞ്ഞുങ്ങൾ കാണും, സിംഹം പ്രസവിക്കുമ്പോൾ 1-2 കാണത്തുള്ളൂ. ഇതിനുള്ള വ്യത്യാസം പോലെ ഇസ്രായേലിലെ ജനങ്ങളും ഈ ഹൂത്തിയും ഹമാസും ഹിസ്ബുള്ളയിലെ ജനങ്ങളും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം. അപ്പം അവർക്ക് ഇപ്പോൾ ഈ ഹിസ്ബുള്ളയെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹിസ്ബുള്ളയുടെ തിരിച്ചടി അല്ലെങ്കിൽ അവരുടെ ആയുധ ശേഖരം, അവർക്ക് കരയുദ്ധവും വ്യോമാക്രമണവും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പോലും അവരുടെ തിരിച്ചടികളും പ്രത്യാക്രമണങ്ങളും അതിനുവേണ്ട ആയുധങ്ങളും ഒക്കെ ശക്തമായിട്ട് പ്രതിരോധിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ പ്രതിരോധിച്ച് നിൽക്കുന്നതിന് വേണ്ട ആയുധങ്ങൾ ആദ്യമേ ഇറാഖിൽ അവർ അന്ന് കരയുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് കമാൻഡോ ഓപ്പറേഷൻ നടത്തിയപ്പോൾ ഒരു ഫ്ലൈറ്റ് വന്ന് 747 ഫ്ലൈറ്റ് വന്ന് അത് ആയുധമാണെന്ന് കണ്ടെന്ന് ലെവനിലേക്ക് ആയുധം ഇറക്കാൻ തുടങ്ങിയപ്പോൾ അന്ന് ഇറാൻ്റെ വിമാനം തിരിച്ചുവിട്ട ഓർമ്മയുണ്ടോ? അതുപോലെ ഇപ്പം അവിടുന്ന് ഇറാനിൽ നിന്ന് ആയുധം വരുന്നുണ്ടോ എന്ന് പരിശോധിച്ചും അല്ലെങ്കിൽ അതിന് സാധിക്കാതെ വരുമ്പോൾ വേറെ മേഖല ഒരിടത്തുനിന്ന് മാത്രമല്ല ആയുധം വരും. ഇവർക്ക് ആയുധം കൊടുക്കുന്നത് ചൈന കൊടുക്കുന്നുണ്ട്, 2 റഷ്യ കൊടുക്കുന്നുണ്ട്, അതിൽ ഈ രാജ്യങ്ങൾക്കാണ് കൊടുക്കുന്നത്. ആ രാജ്യങ്ങളിലൂടെ അത് എത്തുന്നത് ഈ പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഇല്ല. നമ്മുടെ ഇതിലെ കാശ്മീരിൽ ആയുധം എത്തുന്ന അതേ റൂട്ടാണ്. പാകിസ്ഥാൻ ആയുധം കൊടുക്കുന്നു, പാകിസ്ഥാൻ കൊണ്ടുവന്ന് കാശ്മീരിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവരുടെ ആവശ്യത്തിനല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത്.
ഇതുപോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ കാര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ പലവട്ടം പറയുന്നത് പോലെ ഇവിടെ ആഘോഷം കൊള്ളുന്നത് പോലെ ആവേശം കൊള്ളുന്നത് പോലെയൊന്നും ഇസ്രായേൽ അടങ്ങിയിരിക്കത്തില്ല. ഇസ്രായേലിനൊരു ലക്ഷ്യമുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ പല ടോക്കുകളിലും ഞാൻ പറയാറുണ്ട്, ഇസ്രായേലിൻ്റെ ലക്ഷ്യവും ഇസ്രായേലിൻ്റെ യുദ്ധതന്ത്രവും എന്ന് പറഞ്ഞാൽ അവർക്ക് യുദ്ധം കൊണ്ട് നഷ്ടം ഉണ്ടാവുന്നില്ല. അവർ യുദ്ധം ചെയ്താൽ അവരുടെ ആ ചെറിയ രാജ്യം വികസിപ്പിച്ചെടുക്കുന്ന ഒരു അവസ്ഥയിൽ വിശാല ഇസ്രായേലിലേക്ക് പോകും. അതിന് ഏതൊക്കെ രാജ്യം കാരണമാകുന്നുണ്ടോ ആ രാജ്യത്തിൻ്റെ പ്രദേശങ്ങൾ നഷ്ടപ്പെടും, അത് ഇസ്രായേലിൻ്റെ കീഴിലാകും, ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അത്രയും മാത്രമേ പറയാനുള്ളൂ. ഇപ്പം ഈ പറയുന്ന പോലെ തുർക്കിയും ഈ പരസ്പരം അടിച്ച് നിൽക്കുന്ന ഒരു സംവിധാനം അവിടെ എനിക്ക് തോന്നുന്നു IS ഇല്ല, IS ഭീകരരുടെ ഒരു സിറിയയിൽ തുർക്കിയല്ല സിറിയയിൽ IS ഭീകരരുടെ ഒരു താവളമാണ്. അപ്പോൾ അവിടെ കഴിഞ്ഞ ദിവസം കണ്ട് എനിക്ക് തോന്നുന്നു അമേരിക്ക കയറി ഇടയ്ക്കിടയ്ക്ക് അമേരിക്ക ആക്രമണം നടത്തുന്നുണ്ട്. IS എന്ന് പറയുന്ന സാധനം ഉണ്ടായത് എങ്ങനെയാണെന്നറിയോ? ഈ കഴിഞ്ഞ ദിവസം നസറുള്ള ഉണ്ടല്ലോ, നസറുള്ളയുടെ ഈ ഹിസ്ബുള്ളക്കെതിരെ ഇതാണല്ലോ ഈ മറ്റേ സുന്നീസ് ഷിയ, ഇത് ഷിയ ഗ്രൂപ്പാണ്, മറ്റേ സുന്നി ഗ്രൂപ്പാണ്, അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇവരെ അടിക്കാൻ വേണ്ടി വന്നതാ. പക്ഷേ ഇസ്രായേലിനെ അടിക്കുന്ന സമയത്ത് ഇവരെല്ലാം കൂടെ ഒന്നാണ്. നിങ്ങൾക്കറിയാം, ഷിയ, സുന്നി, ഹിസ്ബുള്ള, പിന്നെ ഈ പറഞ്ഞ പോലെ PASF എന്ന് വെച്ചാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ലിബറേഷൻ എന്ന് പറഞ്ഞൊരു സംഘടന, അതുകൂടാതെ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ 10 ഗ്രൂപ്പ്, PLO 10 ഗ്രൂപ്പ്, പിന്നെ ഹൂത്തികൾ, ഇത് കൂടാതെ IS ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിനെതിരെ വരുമ്പോൾ IS വരും. ഏതാണ്ട് 75 രാജ്യങ്ങൾ മനസ്സുകൊണ്ട് ഇസ്രായേലിനെ ഇഷ്ടമില്ലാതിരിക്കുന്നുണ്ട്. ഇത്രയും രാജ്യങ്ങളുടെയും അതിൻ്റെ ഇതുപോലുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെയും ഒക്കെ വിരോധം സംഭവിച്ചും ഏത് സമയവും അവരെ ആക്രമിക്കാൻ നിൽക്കുന്ന ഒരവസ്ഥയാണ് ലോകത്തുള്ളത്. ഇതിനെ എല്ലാം അതിജീവിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായി, അല്ലെങ്കിൽ അവരെ വെല്ലാൻ ബാക്കിയുള്ളവർ അവർ പറയുന്നത് കേട്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ജനസംഖ്യ അനുപാതത്തിൽ നോക്കുമ്പോൾ 1 കോടി ജനത്തിന് താഴെയുള്ളൂ, അല്ല വിസ്തൃതി നോക്കുമ്പോൾ വളരെ കുറവാണ്, സാമ്പത്തിക സംവിധാനം നോക്കുമ്പോൾ ഒന്നുമില്ല. പക്ഷേ ലോകം മൊത്തവും ഭരിക്കുന്നത് അവരാണ്. കാരണം ലോകത്ത് എല്ലാ മേഖലയിലും എല്ലാ രാജ്യത്തും ഇസ്രായേൽ ജനത അല്ലെങ്കിൽ ഇസ്രായേൽ വംശജരാണ് സാമ്പത്തിക സംവിധാനവും മറ്റെല്ലാ പ്രധാനപ്പെട്ട സംവിധാനങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്ത് എവിടെ എന്ത് നടക്കണമെന്നും എന്ത് നടക്കണ്ട എന്നും തീരുമാനിക്കാനുള്ള കരുത്തും കപ്പാസിറ്റിയും ഇന്ന് ഇസ്രായേലിനുണ്ട് എന്ന് മനസ്സിലാക്കുക. ഒരു ഹൂത്തിയും ഒരു ഹമാസും ഒരു ഹിസ്ബുള്ളയും ഒരു രാജ്യവും വിചാരിച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഇസ്രായേലിനോട് ചേർന്ന് നിന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് ബാക്കി രാജ്യങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് ഇസ്രായേൽ പറയുന്ന വഴിക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങും. ഈ തുറമുഖ നഗരങ്ങൾ അല്ലെങ്കിൽ അതുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങൾ വഴിയാണ് ഇവർ ആയുധങ്ങൾ കടത്തുന്നത്. പക്ഷേ ഇവർ ലക്ഷ്യം വെച്ചത് ഡിപ്പോകളെയാണ്. ഈ തുറമുഖ നഗരങ്ങളിലേക്ക് വ്യോമാക്രമണം അങ്ങോട്ട് നടത്തി എന്നുള്ളതാണ് അവർ പറയുന്നത്. ലക്ഷ്യം വെക്കുന്നത് ഈ സൈനിക ഡിപ്പോകളെയാണ്. സൈനിക ഡിപ്പോകൾ തകർക്കുക, അവിടുന്ന് ഇങ്ങോട്ട് ആയുധങ്ങൾ വരുന്നത് തകർക്കുക. സിറിയ നമുക്കറിയാം, സിറിയ നേരത്തെ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത പോലെ സിറിയയിലും ആഭ്യന്തര യുദ്ധവും അവിടുത്തെ ഭരണ സംവിധാനവും അവിടുത്തെ വിമതരും തമ്മിലുള്ള ഒരു ആഭ്യന്തര യുദ്ധവും കലഹവും ഒക്കെ എപ്പോഴും നടക്കുന്ന കലാപരൂക്ഷിതമായ ഒരു രാജ്യമാണ് സിറിയ. അവിടെ ISൻ്റെ ഒരു കാലത്ത് IS വളരെ ശക്തമായി, ഇവിടെ നിന്നൊക്കെ ആളുകളൊക്കെ നേരെ സിറിയയിലേക്ക് പോകുന്നു, അവിടെ ചെല്ലുന്നു, ISൽ ചേരുന്നു, തിരിച്ചിങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് കുറേ നാൾ കഴിയുമ്പോൾ നിലവിളിക്കുന്നു, നമ്മളോട് കയറ്റാതാവുന്നു. അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും പോയ ആളുകളുണ്ട്. ബ്രിട്ടനിൽ നിന്നൊക്കെ പോയിട്ടുള്ള ഒരു യുവതിയുണ്ട്. അവർ അവിടെ ചെന്നതിന് ശേഷം തിരികെ രാജ്യത്തേക്ക് വരണം എന്ന് പറഞ്ഞ് നിരന്തരം ആവശ്യപ്പെട്ട് അവരവിടെ കോടതി തള്ളി. ഒരു കാരണവശാലും കയറ്റത്തില്ല, കാരണം ഭീകര പ്രവർത്തനത്തിന് പോയ ഒരു ആളാണ്. ആ ആളിനെ അപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള പരിഗണനയെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലും കോടതി അംഗീകരിച്ചില്ല. കാരണം പോയത് ലോകം നശിപ്പിക്കാൻ പോയ ഒരാളിനെ വീണ്ടും രാജ്യത്തേക്ക് എന്ത് വിശ്വാസ്യതയുടെ പുറത്താണ് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുക എന്ന് കോടതി ചോദിച്ചു. അപ്പോൾ പല ആളുകളും സിറിയയിലൊക്കെ പോയി ആ രീതിയിലുള്ള ഭീകര ആക്രമണങ്ങൾക്ക് അല്ലെങ്കിൽ തീവ്രവാദികൾക്കൊപ്പം ചേർന്ന് പോയ, കേരളത്തിൽ നിന്നും പോയ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെ ചെല്ലുന്നു. അപ്പോൾ ഈ സിറിയ എന്ന് പറയുന്നത് ഇനി ഇസ്രായേൽ ലക്ഷ്യം വെച്ച് തുടങ്ങും. ഇതൊരു തുടക്കം മാത്രമാണ്, ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് വയ്ക്കുന്നു, ബാക്കി പിന്നെ അവരും കയറിക്കോളൂ. സിറിയയും അവരുടെ മാപ്പിലുണ്ട്, വിശാല ഇസ്രായേലിൻ്റെ ഭാഗമായി. ഇപ്പം നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട്, ലെബനൻ, സിറിയ, ഈ പറയുന്ന രാജ്യങ്ങൾ, സൗദി അറേബ്യ, ഇതെല്ലാം ഈജിപ്റ്റ്, തുർക്കിയുടെ കുറച്ച് ഭാഗം, ഇതെല്ലാം ഇസ്രായേലിൽ ലക്ഷ്യം വയ്ക്കുക. അത് അവർ ഉടനെ ചെയ്തില്ലെങ്കിൽ പോലും ഘട്ടം ഘട്ടമായിട്ട് ഇപ്പോൾ നോക്കിക്കോ, നമ്മൾ നോക്കുക, ഇറാൻ അവിടെ കൊണ്ട് മിസൈൽ ഇടുന്നു, ഒരേ സമയത്ത് ഹിസ്ബുള്ളയായിട്ട് യുദ്ധം ചെയ്യുന്നു, ഹമാസുമായിട്ട് യുദ്ധം ചെയ്യുന്നു.
അതായത് ആകപ്പാട് നമുക്കൊക്കെ ഒരേ സമയത്ത് ഒരാളുമായിട്ട് കിടന്ന് അടികൂടാം. ഇതിപ്പോൾ അങ്ങനല്ല. ഇത് വട്ടം ചുറ്റിന്ന് എല്ലാവരെയും അറ്റാക്ക് ചെയ്യുക. ഈ ഒരൊറ്റ രാജ്യം. ഇപ്പം ഇത് നമ്മൾ പറയുമ്പോൾ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും. പക്ഷെ അവർക്കറിയാം അവരുടെ നിലനിൽപ്പാണ്. അവരെ സംബന്ധിച്ച് ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് അതെ, നിലനിൽക്കണമെന്ന് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കാരണം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. കാരണം അവരെ ആർക്കും സഹായിക്കാനില്ല. അവർ 2500 കൊല്ലത്തെ ചരിത്രം നമുക്ക് തന്നെ അറിയാം. കാരണം 2500 കൊല്ലം പലവട്ടം ഈ ജനത എന്തെല്ലാം പീഡനം അനുഭവിച്ചു. ഭൂമിനെ ഇല്ലാതാക്കാൻ നോക്കി ഈ വംശത്തെ. അതിനുശേഷം അവർ തിരിച്ച് അവരുടെ ആ ഒരു പ്രദേശത്ത് വന്നു, വില കൊടുത്ത് മേടിച്ചു. അവിടെ ജീവിക്കാൻ അന്ന് തൊട്ട് സമ്മതിക്കുന്നില്ല. അന്ന് തൊട്ട് ഇന്ന് വരെ പുതിയ ഈ 48 തൊട്ടുള്ള മാത്രം നോക്കിയാൽ തന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്. ജീവിക്കണമെങ്കിൽ ബങ്കറിനകത്ത് ഒരു കൊല്ലത്തിൽ എത്ര സമയം ബങ്കറിനകത്ത് കയറണം ജോണെ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ജനതയുടെ ഒരു രാജ്യത്തിന്റെ ഒരു പ്രശ്നം. അത് ഒരു ലോകത്ത് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു ജനസംഖ്യയിലുള്ള ഒരു ജനവിഭാഗവും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളും ആക്രമിക്കാൻ നിൽക്കുന്ന ഒരു ചെറിയ രാജ്യം, ചെറിയ ഭൂപ്രദേശം, ഏറ്റവും കുറച്ച് ലോകത്ത് ഉള്ള ജനസംഖ്യ, ആ രാജ്യം ആ ലോകത്തോട് എല്ലാവരോടും ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നേ. അത് മനസ്സിലാക്കണം. അപ്പം നമ്മൾ ഇപ്പം യുദ്ധത്തിൻ്റെ കാര്യം പറയുമ്പോൾ തുറമുഖങ്ങളെന്ന് പറഞ്ഞാൽ യുദ്ധതന്ത്രം അങ്ങനെ. എവിടെ യുദ്ധം ചെയ്യാൻ പോയാലും ആദ്യമേ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റോഡുകൾ നശിപ്പിക്കും, വിമാനത്താവളങ്ങൾ നശിപ്പിക്കും, തുറമുഖങ്ങൾ നശിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് സൈനിക കേന്ദ്രങ്ങൾ നശിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് പവർ സപ്ലൈകൾ, രാജ്യത്തിന് കറണ്ട്, മറ്റ് സംവിധാനം, വ്യവസായ സ്ഥാപനങ്ങൾ, സാമ്പത്തിക സ്രോതസ് എല്ലാം നശിപ്പിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ആദ്യമേ അങ്ങനെ ബ്ലോക്ക് ചെയ്ത് കളയും. അങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ രാജ്യത്തിന് ചലിക്കാൻ പറ്റാതാവും. അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ യുദ്ധം ചെയ്താൽ മതി. കാരണം കറണ്ടില്ല, ഇരുട്ടിലായിപ്പോൾ എന്ത് ചെയ്യാനൊക്കെ എല്ലാം കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിമാനത്താവളങ്ങൾ, വിമാനം വന്നിറങ്ങാൻ പറ്റാതിരുന്നാൽ എന്ത് ചെയ്യാനൊക്കെ. അതുപോലെ തുറമുഖങ്ങൾ, കപ്പൽ, മറ്റ് സംവിധാനങ്ങളും, അല്ലെങ്കിൽ ചരക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ അതിന് കേടുപാടുകൾ ഒരു രീതിയിലും നിലനിൽക്കാൻ പറ്റാത്ത രീതിയിൽ. കരയുദ്ധമാണെങ്കിൽ പ്രധാനപ്പെട്ട പാലങ്ങളും മറ്റ് മറിച്ചതും എല്ലാം തകർത്ത് കളയും. ഈ ഇൻഫ്രാസ്ട്രക്ചർ മൊത്തം നശിപ്പിച്ച് കളയും. അപ്പോൾ ഒരു രീതിയിലും ഈ സ്വാതന്ത്ര്യമായിട്ട് യുദ്ധം ചെയ്യാത്ത രീതിയിലേക്ക് ആ രാജ്യത്തെ ആദ്യമേ അങ്ങനെ ആക്കിയതിന് ശേഷമാണ് പിന്നെ പ്രധാനപ്പെട്ട യുദ്ധത്തിലേക്ക് പോകുന്നത്. അതാണ് അപ്പം ആദ്യമേ തന്നെ അവലംബിച്ചിരിക്കുന്നത്. അതിനിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആവശ്യമില്ലാത്ത പണിക്ക് പോയാൽ ആവശ്യമില്ലാത്ത പണി നമുക്ക് എന്തായാലും കിട്ടും. നമുക്ക് കർമ്മം ചെയ്യുന്ന ഏത് കർമ്മമാണ് ചെയ്യുന്ന ആ കർമ്മത്തിലാണ് തിരിച്ച് വരവ്. എന്ത് ചെയ്യുന്നു അത് തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവർക്കിത് ഈ പറഞ്ഞതുപോലെ ഇതിനു വേണ്ടി ജീവിക്കുകയും അല്ലെങ്കിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ അതിൻ്റെ ഫലം അനുഭവിച്ചേ മതിയാവത്തുള്ളൂ. ആരും കാണത്തില്ല സഹായിക്കാനും. ആരെങ്കിലുമൊക്കെ കാണും, എന്തെങ്കിലുമൊക്കെ കാണും, സഹായിക്കാനൊക്കെ കാണുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ സെറ്റപ്പും കാര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് തുടങ്ങിയത്. പക്ഷേ ഏറ്റവും അവസാനം ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. ആരെങ്കിലുമൊക്കെ വന്നു ചേരുന്നവനെല്ലാം അതിൻ്റെ അപ്പുറത്തെ പണി ഇസ്രായേൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പുതിയ ആൾക്കാരൊന്നും ഇതിനകത്തോട്ട് വന്നു ചേരാൻ സാധ്യതയില്ല. നിവൃത്തിയില്ലാത്തവനും പട്ടിണി കിടക്കുന്നവനും ഈ പണിക്ക് നിൽക്കും. അവന് വേറെ പണിയൊന്നുമില്ലല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.